നമ്മളെല്ലാവരും സൗന്ദര്യം തേടി പലയിടത്തും പോവാറുണ്ട് അല്ലേ? ചിലപ്പോൾ മനോഹരമായ ഒരു സ്ഥലം കാണാൻ, അല്ലെങ്കിൽ ഒരു കലാരൂപം ആസ്വദിക്കാൻ, അതുമല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ സൗന്ദര്യം കണ്ടെത്താൻ. എന്നാൽ നമ്മളിന്ന് സംസാരിക്കുന്നത് അങ്ങനെയുള്ള സൗന്ദര്യത്തെക്കുറിച്ചല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും എന്തിന് ഗാഢമായി ഉറങ്ങുമ്പോഴും നമ്മോടൊപ്പം എപ്പോഴുമുള്ള ഒരു സൗന്ദര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ഈ മൂന്ന് ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ സൗന്ദര്യമാണ് ത്രിപുരസുന്ദരി. ഇതൊരു ദേവതയുടെ പേര് മാത്രമല്ല, നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു ആഴമേറിയ സത്യത്തിന്റെ കഥ കൂടിയാണ്. പുറമെ കാണുന്ന രൂപങ്ങൾക്കപ്പുറം എല്ലാ അനുഭവങ്ങളുടെയും അടിസ്ഥാനമായ ഒരു സൗന്ദര്യത്തിന്റെ കഥ. അപ്പോ നമുക്ക് ഈ ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ശരിക്കും സൗന്ദര്യം എവിടെയാണിരിക്കുന്നത്? മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസാപ്പൂവ്, അതില് സൗന്ദര്യമുണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ ആ പൂവിനെ നോക്കി ആസ്വദിക്കാൻ അവിടെ ആരുമില്ലെങ്കിൽ ആ സൗന്ദര്യത്തിനവിടെ നിലനിൽപ്പുണ്ടോ? അതുപോലെ ഒരു ഗായകന്റെ ശബ്ദത്തിൽ, ഒരു ചിത്രകാരന്റെ വർണ്ണങ്ങളിൽ, ഒരു കവിയുടെ വാക്കുകളിലൊക്കെ നമ്മൾ സൗന്ദര്യം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ആ സൗന്ദര്യം നമ്മുടെ ഹൃദയത്തിലൊരു അനുഭൂതിയായി മാറുമ്പോഴല്ലേ അത് പൂർണ്ണമാകുന്നത്? അപ്പോൾ ശരിക്കും സൗന്ദര്യം എവിടെയാണ്? ആ പൂവിലാണോ, അതോ അതിനെ നോക്കി സന്തോഷിക്കുന്ന നമ്മുടെ ഉള്ളിലാണോ? ഇവിടെയാണ് പ്രശസ്ത കവിയായ ജോൺ കീറ്റ്സിന്റെ ആ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. സൗന്ദര്യം സത്യമാണ്, സത്യം സൗന്ദര്യവും. ഇതൊരു വെറും ഭംഗിയുള്ള വാചകമല്ല. എവിടെയാണ് യഥാർത്ഥ സൗന്ദര്യമെന്ന് നമ്മുടെ അന്വേഷണത്തിന്റെ കാതൽ ഇതിലുണ്ട്. കാലത്തിനനുസരിച്ച് മാറുന്ന, ഇന്ന് കാണുന്നത് നാളെ ഇല്ലാതായി പോകുന്ന ഒന്നിലല്ല യഥാർത്ഥ സൗന്ദര്യം. മറിച്ച് എപ്പോഴും നിലനിൽക്കുന്ന, മാറ്റമില്ലാത്ത ഒന്നിന്, അതായത് സത്യത്തിന് മാത്രമേ യഥാർത്ഥ സൗന്ദര്യമുണ്ടാവൂ. ബാക്കിയെല്ലാം അതിന്റെ വെറും നിഴലുകൾ മാത്രം. ഈ ആശയം കുറച്ചുകൂടി ലളിതമായി പറയാം. സൗന്ദര്യത്തെ നമുക്ക് രണ്ടായിട്ട് കാണാം. ഒന്ന്, ക്ഷണികമായ സൗന്ദര്യം. അത് എപ്പോഴും രൂപത്തെ ആശ്രയിച്ചിരിക്കും. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ചിരി, തിരമാലകൾ കരയിലേക്ക് വരുന്ന കാഴ്ച, ഒരു പ്രത്യേക നിമിഷത്തിലെ ആകാശത്തിന്റെ നിറം, ഇതൊക്കെ അതിമനോഹരമാണ്. പക്ഷേ ക്ഷണികമാണ്. അവ വരുന്നു, പോകുന്നു. എന്നാൽ മറ്റൊന്നുണ്ട്, യഥാർത്ഥ സൗന്ദര്യം. അതിന് രൂപമില്ല, അത് ശാശ്വതമാണ്. അതൊരു അനുഭവമാണ്, ഒരു സാന്നിധ്യമാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ക്ഷണികമായ രൂപങ്ങളിൽ ആ ശാശ്വതമായ സൗന്ദര്യം ഒരു മിന്നായം പോലെ പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ആനന്ദം അനുഭവപ്പെടുന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം വരുന്നത്. നമ്മൾ ഇതുവരെ സൗന്ദര്യത്തെ എവിടെയാണ് അന്വേഷിച്ചത്? പുറത്തല്ലേ? ഒരു വസ്തുവിന്റെ ഗുണമായിട്ടാണ് അതിനെ കണ്ടത്. പക്ഷെ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ, ആ സൗന്ദര്യത്തെ അറിയാനും അനുഭവിക്കാനും കഴിവുള്ള നമ്മുടെ ബോധമില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് സൗന്ദര്യമെന്നൊന്നുണ്ടാകുമായിരുന്നു? ഒരു പക്ഷേ സൗന്ദര്യമെന്നത് വസ്തുവിലല്ല, മറിച്ച് അതിനെ അറിയുന്ന നമ്മുടെ ബോധത്തിലാണ് കുടികൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ സൗന്ദര്യം കണ്ടെത്താനുള്ള യാത്ര അത് പുറത്തേക്കല്ല, നമ്മുടെ അകത്തേക്കാണ് നടത്തേണ്ടത്. ഇതിന്റെ ഒരു പ്രായോഗിക വശെന്താണെന്നറിയാമോ? സൗന്ദര്യം പുറത്തുള്ള വസ്തുക്കളിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതം ഒരു ഓട്ടമായി മാറും. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്. ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ പുതിയ മോഡലിനായി കാത്തിരിക്കുന്നു. ഒന്നിനും നമ്മളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. ഇതൊരു തരം തീരാത്ത ദാഹം പോലെയാണ്. ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും ദാഹം കൂടുന്നതുപോലെ. കാരണം നമ്മൾ തിരയുന്നത് തെറ്റായ സ്ഥലത്താണ്. ഇവിടെയാണ് പണ്ടുള്ള തത്വചിന്തകളൊക്കെ നമുക്ക് ഒരു വഴി കാട്ടിത്തരുന്നത്. അവർ പറയുന്നത് ഈ ലോകം ഒരു വലിയ കണ്ണാടിയാണെന്നാണ്. ആ കണ്ണാടിയിൽ നമ്മൾ കാണുന്നതെന്തോ അത് നമ്മുടെ ഉള്ളിന്റെ തന്നെ പ്രതിഫലനമാണ്. നമ്മുടെ ഉള്ളിൽ ശാന്തിയും സന്തോഷവുമാണെങ്കിൽ ലോകം മനോഹരമായി തോന്നും. നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയും ദുഃഖവുമാണെങ്കിൽ ലോകം വിരൂപവും ഭയാനകവുമായി കാണപ്പെടും. അപ്പോൾ ലോകം മങ്ങിയതായി തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പൊടിപറ്റിയിരിക്കുന്നത് പുറത്തുള്ള കണ്ണാടിക്കല്ല, നമ്മുടെ ഉള്ളിലെ കാഴ്ചയ്ക്കായിരിക്കാം. നമ്മുടെ ഉള്ളിലെ വെളിച്ചം കുറയുമ്പോഴാണ് ലോകം ഇരുണ്ടതായി നമുക്ക് തോന്നുന്നത്. അപ്പോ ഈ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ ത്രിപുരസുന്ദരി എന്ന ആ മനോഹരമായ സങ്കല്പത്തെ കൊണ്ടുവരുന്നത്. സുന്ദരിയെന്ന് പറഞ്ഞാൽ കേവലം സൗന്ദര്യമുള്ളവൾ എന്നല്ല അർത്ഥം. അവൾ തന്നെയാണ് സൗന്ദര്യത്തിന്റെ ഉറവിടം. അവൾ സൗന്ദര്യം എന്ന ഗുണമല്ല, അവൾ തന്നെയാണ് സൗന്ദര്യം എന്ന അനുഭവം. ഈയൊരു ചിന്ത നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. നമ്മൾ വസ്തുക്കളിൽ സൗന്ദര്യം കാണുന്നതിനു പകരം എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരൊറ്റ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ തുടങ്ങും. ഇനി ത്രിപുരസുന്ദരി എന്ന പേരിന് അതിന് വളരെ ആഴത്തിലുള്ളൊരർത്ഥമുണ്ട്. ത്രി എന്നാൽ 3, പുര എന്നാൽ നഗരം അല്ലെങ്കിൽ ലോകം. അപ്പോൾ ത്രിപുരസുന്ദരി എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങളുടെ സൗന്ദര്യം. ഏതൊക്കെയാണ് ഈ 3 ലോകങ്ങൾ? അവ പുറത്തുള്ള ഭൂമിയും സ്വർഗവും പാതാളവുമൊന്നുമല്ല. ഈ ലോകങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ അനുഭവത്തിന്റെ 3 തലങ്ങൾ.
ആ 3 ലോകങ്ങൾ അഥവാ നഗരങ്ങൾ ഇവയാണ്. ഒന്നാമത്തേത് ജാഗ്രതാവസ്ഥ, അതായത് നമ്മളിപ്പോൾ ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി പുറം ലോകവുമായി ബന്ധപ്പെടുന്ന നമ്മുടെ ഈ ലോകം. രണ്ടാമത്തേത് സ്വപ്നാവസ്ഥ, രാത്രിയിൽ നമ്മുടെ ബോധം ശരീരത്തിൽ നിന്ന് പിൻവാങ്ങി മനസ്സിന്റെ ലോകത്ത് സഞ്ചരിക്കുന്ന ആ അവസ്ഥ. പിന്നെ മൂന്നാമത്തേത് സുഷുപ്തി, അതായത് ഒരു സ്വപ്നം പോലുമില്ലാതെ നമ്മൾ ഗാഢമായി ഉറങ്ങുന്ന, എല്ലാ ചിന്തകളും അപ്രത്യക്ഷമാകുന്ന അവസ്ഥ. ഇനി ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഉണർന്നിരിക്കുന്നു, സ്വപ്നം കാണുന്നു, ഗാഢമായി ഉറങ്ങുന്നു. ഈ 3 അവസ്ഥകളും വന്നും പോയും ഇരിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം സാക്ഷിയായി നമ്മുടെ ഉള്ളിൽ ഒരു ഞാനുണ്ട്, അല്ലേ? ആ ഞാൻ മാറുന്നില്ല. ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ നന്നായി ഉറങ്ങി എന്നു പറയുന്ന ആ ഒരേ ഞാൻ, ആ മാറാത്ത നിശബ്ദമായ ബോധത്തിന്റെ, ആ സാന്നിധ്യത്തിന്റെ പേരാണ് സുന്ദരി. അത് ഈ 3 അവസ്ഥകളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു സ്വർണ നൂല് പോലെയാണ്. ഈ ബോധത്തിൽ നമ്മൾ നിലയുറപ്പിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. അതിനെയാണ് ശുദ്ധമായ ദർശനത്തിന്റെ സൗന്ദര്യമെന്ന് പറയുന്നത്. എന്താണിതെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സ് മുൻവിധികളിൽ നിന്നും പഴയ ഓർമ്മകളുടെ ഭാരത്തിൽ നിന്നും നല്ലത് ചീത്ത എന്നൊക്കെയുള്ള വിധിയെഴുത്തുകളിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം കാഴ്ചയാണിത്. ഒരു പൂവിനെ കാണുമ്പോൾ അതിന്റെ പേരോ ശാസ്ത്രീയ നാമമോ ഓർക്കാതെ, അതിനെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യാതെ ആ നിമിഷത്തിൽ ആ പൂവായി മാത്രം അതിനെ അനുഭവിക്കുന്നത് പോലെ, നമ്മുടെ ചിന്തകളുടെ നിറം കലർത്താതെ ലോകത്തെ അതേപടി കാണുന്ന ഒരവസ്ഥ. അങ്ങനെയൊരു ശുദ്ധമായ കാഴ്ചയിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് അതിന്റെ നിർത്താതെയുള്ള ഓട്ടം നിർത്തും. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സൊരു ഓളവുമില്ലാത്ത തടാകം പോലെ ശാന്തമാകും. ഇതിനെയാണ് യോഗയിൽ സമാധി എന്ന് പറയുന്നത്. ഇതൊരു അസാധാരണമായ ആത്മീയ ലക്ഷ്യമൊന്നുമല്ല, മറിച്ച് ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുന്നതിന്റെ ആനന്ദകരമായൊരു അനുഭവമാണ്. സുന്ദരിക്ക് ലളിത എന്നും ഒരു പേരുണ്ട്. അതിന്റെ അർത്ഥമെന്താണെന്നോ? കളിക്കുന്നവൾ എന്ന്. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വലിയ കളിയാണെന്ന സങ്കല്പമാണിത്. ഇതൊരു കഠിനമായ പോരാട്ടമോ സഹനമോ അല്ല, മറിച്ച് ബോധത്തിന്റെ ഒരു ലീലയാണ്, ഒരു നൃത്തമാണ്. ജീവിതം ഒരു കളിയായി കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഭാരങ്ങളൊക്കെ കുറയും. ജയവും തോൽവിയും കളിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ഒന്നിനെയും അമിതമായി ഗൗരവത്തിലെടുക്കാതെ ആ ഒഴുക്കിനൊപ്പം സന്തോഷത്തോടെ നീങ്ങാൻ നമ്മൾ പഠിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ പുറത്ത് കാണുന്ന സൗന്ദര്യം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ ബോധത്തിന്റെ പ്രകാശം തന്നെയാണ്. ഒരു സൂര്യാസ്തമയം മനോഹരമായി തോന്നുന്നത് ആകാശത്ത് നിറങ്ങളുള്ളതുകൊണ്ട് മാത്രമല്ല, ആ നിറങ്ങളെ സൗന്ദര്യമായി തിരിച്ചറിയാനും ആസ്വദിക്കാനുമുള്ള ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ആ പ്രകാശമില്ലെങ്കിൽ ലോകം മുഴുവൻ നമുക്ക് നിറമില്ലാത്തതായി തോന്നും. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആ കണ്ണാടിയുടെ കാര്യം. നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. ആ കണ്ണാടിയിലെ ദേഷ്യം, സങ്കടം, ആശങ്ക, മുൻവിധികൾ തുടങ്ങിയ പൊടിപറ്റിയിരിക്കുകയാണെങ്കിൽ ബോധത്തിന്റെ പ്രകാശം അതിൽ ശരിയായി പ്രതിഫലിക്കുകയില്ല. അപ്പോൾ നമ്മൾ കാണുന്ന ലോകം മങ്ങിയതും വിരൂപവുമായിരിക്കും. എന്നാൽ ധ്യാനത്തിലൂടെയും സ്വയം നിരീക്ഷണത്തിലൂടെയും നമ്മൾ ആ കണ്ണാടിയിലെ പൊടി തുടച്ചു നീക്കുമ്പോൾ മനസ്സ് ശാന്തവും തെളിഞ്ഞതുമാകുമ്പോൾ അത് മിനുക്കിയെടുത്തൊരു കണ്ണാടി പോലെയാകും. അത് ബോധത്തിന്റെ പ്രകാശത്തെ പൂർണ്ണമായി പ്രതിഫലിപ്പിക്കും. അപ്പോൾ ഏറ്റവും സാധാരണമായ കാര്യങ്ങളിൽ പോലും നമുക്ക് അസാധാരണമായ സൗന്ദര്യം കാണാൻ കഴിയും. ഇതേ ആശയം തന്നെയാണ് പ്രശസ്ത കവിയായ വില്യം ബ്ലേക്കും പറയുന്നത്. ഒരു ചെറിയ മണൽത്തരിയിൽ പ്രപഞ്ചത്തിന്റെ അനന്തതയെയും ഒരു ചെറിയ നിമിഷത്തിൽ കാലത്തിന്റെ നിത്യതയെയും ദർശിക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട്. ഇത് സാധ്യമാകുന്നത് നമ്മുടെ പുറത്തുള്ള ലോകം മാറുമ്പോഴല്ല, നമ്മുടെ ഉള്ളിലെ കാഴ്ച മാറുമ്പോഴാണ്. ആ കാഴ്ചപ്പാട് മാറുമ്പോൾ ഓരോ നിമിഷവും ഓരോ അനുഭവവും സൗന്ദര്യമുള്ളതായി മാറും. നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ വലിയ ആശയങ്ങളെല്ലാം അതെല്ലാം ഒരൊറ്റ ചിത്രത്തിൽ ഒതുക്കിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഈ യന്ത്രം. ഇതൊരു സാധാരണ ചിത്രമല്ല, മറിച്ച് പ്രപഞ്ചം ഒരൊറ്റ ബിന്ദുവിൽ നിന്ന്, ശുദ്ധമായ ബോധത്തിൽ നിന്ന് എങ്ങനെയുണ്ടായി എന്ന് കാണിക്കുന്ന ഒരുതരം ഭൂപടമാണ്. ഇതിലെ ഓരോ വരയും ഓരോ രൂപവും ബോധത്തിന്റെ ഓരോ ഭാവങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ കാണുന്ന എല്ലാ വൈവിധ്യങ്ങൾക്കും പിന്നിൽ ഒരൊറ്റ ഉറവിടമാണുള്ളതെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ത്രിപുരസുന്ദരിയുടെ രൂപത്തിൽ കാണുന്ന ഓരോന്നിനും നല്ല ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. കരിമ്പിൻ വില്ല് നമ്മുടെ മനസ്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കരിമ്പ് പോലെ മധുരമുള്ളതും എന്നാൽ എളുപ്പത്തിൽ വളയ്ക്കാൻ കഴിയുന്നതുമാണ് നമ്മുടെ മനസ്സ്. 5 പൂക്കൾ കൊണ്ടുള്ള അമ്പുകളോ? അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം. ഇതിനർത്ഥം
നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും നമ്മളെ കുടുക്കാനുള്ള കെണികളല്ല, മറിച്ച് ഈ ലോകത്തിലെ സൗന്ദര്യം ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള മധുരമുള്ള ഉപകരണങ്ങളാണ് എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ഈ യാത്ര പുറത്തെവിടെയെങ്കിലും സൗന്ദര്യം കണ്ടെത്താനല്ല, മറിച്ച് നമ്മുടെ മനസ്സാകുന്ന കണ്ണാടി വൃത്തിയാക്കാനാണ്. ആ കണ്ണാടിയിലെ മുൻവിധികളുടെയും ഓർമ്മകളുടെയും പൊടി തുടച്ചു നീക്കുമ്പോൾ അത് തെളിമയുള്ളതായിത്തീരുന്നു. അപ്പോൾ നമ്മൾ സൗന്ദര്യം കാണുകയല്ല, നമ്മൾ സ്വയം സൗന്ദര്യമായി മാറുന്നു. നമ്മുടെ ഉണ്മ തന്നെ സൗന്ദര്യത്തിന്റെ പ്രകാശമായിത്തീരുന്നു. ഇതൊക്കെ പണ്ട് പറഞ്ഞുവെച്ച വെറും സങ്കല്പങ്ങൾ മാത്രമാണോ എന്ന് ചിലപ്പോൾ സംശയം തോന്നാം. എന്നാൽ അല്ല, ഈ ശുദ്ധമായ ആനന്ദം നിറഞ്ഞ കാഴ്ചപ്പാടോടെ ജീവിച്ച ആധുനികരായ ഗുരുക്കന്മാരുണ്ട്. ഭഗവാൻ രമണ മഹർഷി, ശ്രീ ആനന്ദമയി മാ എന്നിവരൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ഈ അവസ്ഥ ഏതൊരു മനുഷ്യനും സാധ്യമായ ഒന്നാണെന്നാണ്. ഇതൊരു കെട്ടുകഥയല്ല, മറിച്ച് ജീവിച്ചു കാണിക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് സുന്ദരിയുടെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: ഓരോ നിമിഷത്തിലും ഏറ്റവും സാധാരണമായ കാര്യങ്ങളിൽ പോലും ഒരു തരം പൂർണ്ണമായ ആനന്ദം കണ്ടെത്തുക. ഒരു ചായ കുടിക്കുന്നതിലും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നതിലും വെറുതെ ശ്വാസമെടുക്കുന്നതിലുമെല്ലാം ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം അനുഭവിക്കാൻ പ്രത്യേക സാഹചര്യങ്ങളോ വസ്തുക്കളോ ആവശ്യമില്ല. തെളിഞ്ഞൊരു മനസ്സു മാത്രം മതി. ലോകം മാറേണ്ടതില്ല, നമ്മുടെ കാഴ്ച മാറിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ നിർത്താം. നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തില് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും സാധാരണമായ ഇടങ്ങളിൽ, നമ്മുടെ തൊട്ടുമുന്നിൽ തന്നെ എത്രയെത്ര സൗന്ദര്യമായിരിക്കാം നമുക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത തവണ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ആ സൗന്ദര്യത്തെ കാണാൻ ശ്രമിക്കാം. കാരണം ചിലപ്പോൾ സൗന്ദര്യം കണ്ടെത്താൻ നമ്മൾ കണ്ണു തുറന്നാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സുകൂടി തുറക്കേണ്ടിവരും.